ഞാൻ ആദ്യൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. എൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന്, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചിരുന്നോ അങ്ങനെ ഇതൊന്നുമില്ല. വെറുതെ എൻ്റെ ലൈഫ് എന്തിനോ കളഞ്ഞില്ല. ഇന്നലെ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, ഇവൻ ലെസ്റ്റ് മാത്രമേ കൊണ്ട് വേറെ ഒന്നും വേണ്ടേനു. കണ്ണൂര് തിലക്കേരി ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. തിലക്കേരി സ്വദേശികളായ കീർത്തന ആതിഥേയം അവരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ എത്ര പേര് ഈ ഒരു ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അധികാരം ഈ ഒരു കാര്യം എടുത്തിട്ട് വീഡിയോ ചെയ്തതും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഒളിച്ചോട്ടത്തിന്റെ പിന്നെ പേളിമാണിയുടെ ഒക്കെ ഒപ്പമായി പോയി. ഞാൻ ഈ ഒരു ന്യൂസ് കംപ്ലീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങൾ ആദ്യം കേട്ട വോയിസ് കീർത്തന എന്ന് പറഞ്ഞ പെൺകുട്ടി ആതിഥേയം എന്ന് പറഞ്ഞ പയ്യന്റെ അച്ഛനെ അവസാനമായിട്ട് അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഓഡിയോ ആണ്. വാട്സപ്പ് സന്ദേശം, വാട്സപ്പ് ചാറ്റുകളെല്ലാം കൃത്യമായിട്ട് മീഡിയയിലും മറ്റും എല്ലായിടത്തും ഔട്ട് ആയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ഏറെക്കുറെ +1 വെച്ചാണ് ഈ ആതിഥേയവും കീർത്തനയും റിലേഷൻഷിപ്പ് ആയി എന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ എല്ലാം ഫോട്ടോസ് ഉൾപ്പെടെ എല്ലാം ഓൾറെഡി പബ്ലിക് ആയിട്ട് അവൈലബിൾ ആണ്. ഇതിന്റെ ഇടയിൽ ആതിഥേയം എന്ന് പറഞ്ഞ പയ്യൻ കീർത്തനായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. കാരണം അവന് മട്ടന്നൂർ കോളേജിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ആവുന്നതിന്റെ പേരിൽ മാത്രമാണ് ബ്രേക്കപ്പ് ആവുന്നത്. ഇതെല്ലാം ഇവർക്ക് എല്ലാവർക്കും, ഏത് കീർത്തനയ്ക്കായാലും അല്ലെങ്കിൽ കീർത്തനയുടെ ഫാമിലിക്കായാലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് അവരിപ്പോ ഒന്ന് മീഡിയയിലും ന്യൂസിലൊക്കെ നറേറ്റ് ചെയ്യുന്ന ഒരു വേർഷൻ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതിനുശേഷം കീർത്തന ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ഫാമിലി അത് തിരിച്ചറിഞ്ഞു, രക്ഷപ്പെടുത്തിയ ആ കുട്ടീനെ. പിന്നെ കുറച്ച് കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളെല്ലാം ശേഷം ആ കുട്ടി മാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടി ഉപരിപഠനത്തിനായിട്ട് പോകുന്നു. അവിടെ വെച്ച് പഠിത്തവും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന്റെ സമയത്ത് ഈ ആതിഥേയം എന്ന് പറഞ്ഞ ഇവൻ വീണ്ടും ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു റീയൂണിയൻ ആയിട്ട് ചെന്നു. അത് എനിക്കറിയില്ല എന്തിന്റെ റീസൺ ആണ്. മേ ബി അതുവരെ ഉണ്ടായിരുന്ന പെണ്ണിനെ അതിന്റെ ഇടയ്ക്ക് അവന് കിട്ടിയ പെൺകുച്ചിനെ അവൻ തേച്ചിട്ടുണ്ടാവും, ഇതുപോലെ തന്നെ തേച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവള് തേച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അറിഞ്ഞപ്പോ വാട്ട് എവർ ഇറ്റ് ഈസ്, അവൻ വീണ്ടും റീയൂണിയന് വേണ്ടി വന്നു. അവരമ്മ വീണ്ടും ഒരു 1.5 മാസം റിലേഷൻഷിപ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അതിന്റെ ഒരു അമ്മ പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മ, അത് നമുക്കൊന്ന് കേൾക്കാം. 1.5 മാസം ഇവൻ ഇങ്ങനെ നടന്നതിന് ശേഷം വീണ്ടും ഇവളോട് പറഞ്ഞു പോലും പിന്നെ എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സായിട്ട് പിരിയാന്ന് പറഞ്ഞു പോലും. ഫ്രണ്ട്സായിട്ട് പിരിയാന്ന് പറഞ്ഞ് പിന്നെയാണ് ഇവളെ മൈൻഡ് ആദ്യം മാറി. അങ്ങനെയാണ് ഇവള് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ആ ആത്മഹത്യക്ക് ഫസ്റ്റ് ശ്രമിച്ചത് മംഗലാപുരത്ത് PG എന്നാണ് ശ്രമിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ഓൾറെഡി ഇതുപോലെ ഒരു ആത്മഹത്യ പ്രവണത ഉള്ളതായിട്ട് ഈ ഫാമിലിക്ക് അറിയാം. ബിക്കോസ് ഈ പയ്യനെ അത്ര അഗാധമായിട്ട് പ്രേമിക്കുന്നുണ്ടാവും, സ്നേഹിക്കുന്നുണ്ടാവും. കാര്യം ഇങ്ങനത്തെ കുറെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ നല്ല കുട്ടികളുടെ ഒരു നല്ല കുട്ടികൾ എന്നാലേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സ്നേഹിച്ചാണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സ് അങ്ങോട്ട് കൊടുത്ത് സ്നേഹിക്കാൻ, മനസ്സ് ശരീരമൊക്കെ കൊടുത്ത് സ്നേഹിക്കാൻ അറിയുള്ളൂ. ആളെ വിട്ടുപോകാനുള്ള സാധനം ഇവർ പഠിച്ചിട്ടില്ല. ഒരു പ്രേമത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം പഠിക്കേണ്ടതാ നാളെ ഈ വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നുള്ള ചിന്തിക്കണം ആദ്യം, എന്നിട്ട് വേണം റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങാൻ. ഇത് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവൻ രണ്ടാമത് റീയൂണിയന് വേണ്ടി ചെന്ന് എന്നിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വിട്ടു. ഓക്കെ, ആക്ച്വലി ഏപ്രിൽ 30 കീർത്തന എന്ന് പറഞ്ഞ പെൺകുട്ടി മരിക്കുന്നത്. ആദിദേവനെ ഇതിനകത്തേക്ക് പ്രതി ചേർക്കുന്നത് ജൂലൈ 13. ഇത്രയും ഒരു ടൈം ഫ്രെയിം വന്നിട്ടുണ്ട്. അതായത് ഇത്രയും സമയം എടുത്ത പെൺകുട്ടി മരിച്ചിട്ട് ഇതൊരു തീരുമാനമാവാനും അല്ലെങ്കിൽ ഇവനെ പ്രതി ചേർക്കാൻ പോലും ഇത്ര സമയം എടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത്. 10 കൊല്ലം പോലീസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് നിന്നതാ, ജില്ലാ പ്രസിഡന്റ് ആയിട്ട് നിന്നതാന്ന്. അപ്പൊ അതിന്റെ സ്വാധീനം, അതായത് ഈ ആദിദേവിന്റെ അച്ഛൻ പോലീസിലാണ്. അയാൾ ഒരു 10 കൊല്ലോട്ട് ഇതുപോലെ പോലീസിലുള്ള ഒരു ഇൻഫ്ലുവൻസും കൊണ്ടും കാര്യങ്ങളും കൊണ്ടാണ് ഇത് ഡിലേ ആയതെന്നാണ് ഇവരുടെ കുടുംബം ആരോപിക്കുന്നത്. ഞാൻ വേറൊരു ഓഡിയോ കൂടി വെച്ചിട്ട് ഇതിനെക്കുറിച്ച് പറയാം. അതായത് ഈ കീർത്തന തന്നെ ആദിദേവിന്റെ അച്ഛൻ അയച്ച ഒരു വേറൊരു ഓഡിയോ കൂടി ഉണ്ട്. അതായത് ഈ പെൺകുട്ടി മരിക്കാൻ വേണ്ടി കയറൊക്കെ ഇട്ട് ഫാനിൽ കെട്ടി തൂങ്ങി നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയണേ. അതിൽ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇങ്ങനെ ആവൂല. ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തു പോകുന്നതിന് മുമ്പിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ വിചാരിച്ചിട്ട് അങ്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇല്ലാണ്ട് എന്തായാലും ആവൂല. എനിക്ക് എന്താ പറയാ, എന്നെ യൂസ് ചെയ്ത് ഒഴിവാക്കിയ പോലെ തന്നെയാവും. എനിക്കറിയില്ല ഇതിനെ കൊണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് തോന്നുന്നു. പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്ത് ചിന്തിച്ചില്ല ഈ ആതിഥേയ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് അവളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ അവളുടെ ലോകത്തുള്ളതെന്നുള്ളത്. അച്ഛനും അമ്മയുണ്ട്, സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊന്നും ചിന്തിച്ചില്ല. അവളെ അവസാനം പറഞ്ഞ ഇതിനെ കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അവളെ എന്ത് സംഭവിക്കാൻ ഇപ്പൊ എന്താ സംഭവിച്ചാണ് അവരുടെ കുടുംബത്തിന്, ആ അച്ഛനും അമ്മയ്ക്കും മകളെ നഷ്ടപ്പെട്ടു. അല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ചെറുക്കന് വലിയ കുഴപ്പമില്ല. അവന് ഇത് എന്തിന്റെ പേരിൽ അവനെ കാലാകാലം ജയിലിലിട്ട് ഇതാക്കോ? ഇല്ല. അവനിറങ്ങി അടുത്ത പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അവൻ സുഖമായിട്ട് സെറ്റിലായിട്ട് ജീവിക്കും. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. പറയുന്നതുകൊണ്ട് വേറെ തോന്നല്ലേ? ഇതാണ് ഇവിടുത്തെ സത്യം. ഇതിനെക്കുറിച്ച് എന്റെ ഒരു മറുവശം ഞാനിപ്പോ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഈ പെൺകുട്ടി ചിലപ്പോ ഇയാൾക്ക്, അതായത് അതിന്റെ അച്ഛന് പോലീസായ അയാൾക്ക് അയച്ചപ്പോ ഓൾറെഡി ഇതുപോലെ ഒരു ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. അതിൽ നിന്ന് റിക്കവറായി എങ്ങനെ റിക്കവറായി പോകുന്നു എന്നുള്ളതിന്റെ മൊത്തം കഥയും ചിലപ്പോൾ ഇയാൾക്ക് അറിയില്ലായിരിക്കും. ഇയാൾ ചിന്തിച്ചിട്ടുണ്ടാവും ഓക്കെ ആത്മഹത്യക്ക് ശ്രമിച്ച് വെറുതെ പേടിപ്പിക്കണായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇയാളത് ലീവ് ചെയ്തു. മേ ബി ഇയാളത് ലീവ് ചെയ്തിട്ടുണ്ടാവാം. ഇത് തന്നെ ആയിരിക്കും സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ ആത്മഹത്യ ചെയ്തത് അതിനെ കുറിച്ച് കീർത്തനയുടെ അച്ഛൻ പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. അത് കേട്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയത്. ആദ്യത്തേതിൻ്റെ അച്ഛൻ നമ്മളൊന്ന് സൂചിപ്പിച്ചെങ്കിൽ ഇത്തരം പിന്മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് തന്നെയാണ്. അതായത് ചിലപ്പോൾ അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ആദിദേവിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ പെൺകുട്ടി കയറി ശരിക്കും ആത്മഹത്യ എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ കാരണം അറിയാലോ, ഒരു പെൺകുട്ടിയെല്ലാം ആത്മഹത്യക്കുറിപ്പ് എല്ലാം എഴുതി വെച്ചിട്ടാണ്, നോട്ടെല്ലാം എഴുതി വെച്ചിട്ടാണ് മരിക്കണത്. ഉറപ്പായിട്ട് അന്വേഷണം വരും, ഇവരൊരു ട്രബിളിലാവുന്ന അറിയാം. അപ്പൊ അങ്ങനെയെല്ലാം അറിയിക്കേണ്ടതാണ്. ഇയാളെ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ആദിദേവിന്റെ അച്ഛനെ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പറയേണ്ട ഒരു കാര്യമില്ല. അതൊന്നാമത്തെ. എല്ലാവരും അവരവരുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനും നോക്കുള്ളൂ. ഇപ്പൊ ഇവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മകളുടെ മരണത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ആദിദേവിന്റെ അച്ഛൻ കീർത്തനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിത് ന്യൂസിൽ കണ്ടറിഞ്ഞു. അതായത് ഈ പെൺകുട്ടി ഭയങ്കര ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അത് ഇതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും അവരവരുടെ മക്കളെ രക്ഷിക്കാനേ നോക്കുള്ളൂ, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോ. ഇപ്പൊ ആ ആദിദേവിന്റെ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചെറുക്കനെ രക്ഷിക്കാൻ വേണ്ടി. അതിന് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും. കാര്യം ഇതൊരു പീഡനമോ കൊലപാതകമോ മറ്റേതോ മറിച്ചതോ ഒന്നും അല്ല. ഒരു പ്രേമം, കൺസെന്റോട് കൂടി അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവുന്നു. അതിന്റെ ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നു. പിന്നെ അവൻ ചെന്ന് കൺവിൻസ് ചെയ്യുന്നു. ആ റിലേഷൻഷിപ്പ് പിന്നെയും എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനുണ്ടാവും, അതവിടെ വെച്ച് നിർത്തുന്നു, പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം. ഇത് കുട്ടികളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രേമവും അല്ലെങ്കിൽ സ്നേഹവും അല്ല ജീവിതം എന്നുള്ളത്. അത് പോയി കഴിഞ്ഞാൽ അപ്പൊ കയറി ഞങ്ങൾ തൂങ്ങാല് ആത്മഹത്യ ജീവിതം അവസാനിപ്പിക്കും, ഇതല്ല ജീവിതം എന്നുള്ളത് കുട്ടികൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ പാരന്റ്സിന് ഒരു എന്താ, കീപ് ആൻ ഐ ഓൺ യുവർ കിഡ്സ്. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇങ്ങനെ ഒരു എന്താ പ്രവണത കുട്ടി കാണിച്ചിട്ടുണ്ട്. സോ ഈവൻ ദോ നിങ്ങൾ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കൗൺസിലിംഗ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. കുട്ടി എത്രയോ മെന്റലി വീക്കാണ് ഈ ഒരു പ്രേമത്തിന്റെ കേസിൽ. ബാക്കി എല്ലാത്തിലും ബ്രൈറ്റ് ആയിരിക്കും, പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ അവൾ അടിപൊളിയായിരിക്കും. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കേസിൽ എത്രത്തോളം ആ കുട്ടി വീക്കാണെന്നുള്ളത് ചിന്തിക്കണമായിരുന്നു. അത് തിരിച്ചറിയാൻ കഴിയാത്തത് പാരന്റ്സിന്റെ തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചിട്ട് പഠിക്കാൻ വേറെ എവിടെയെങ്കിലും വിടണ്ട എന്നൊന്നല്ല, നിരന്തരം ഒരു കോൺവെർസേഷൻ വേണം. പിന്നെ അവരെ ഫ്രണ്ട്സ് ആയിട്ട് കോണ്ടാക്ട് വെക്കണം പാരന്റ്സ്. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ റൂംമേറ്റ്സ് ഉണ്ടാവുമല്ലോ, ഒക്കെ സംസാരിക്കണം. എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി നേരിട്ട് പോയി കാണണം. അതങ്ങനെയാണ്. ഈ കുട്ടികളുടെ ചിന്ത ഇത് തന്നെയാണ് കാര്യം. അവര് ചിന്തിക്കുന്ന പ്രേമമാണല്ല, ഇത് തന്നെയാണ് ജീവിതം ചിന്തിച്ചിരിക്കുന്ന. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ വോയിസിൽ തന്നെ ഉണ്ട്, എനിക്ക് അവനില്ലാണ്ട് കഴിയൂല, അവരില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഫോർ വാട്ട്? എനിക്ക് ഇന്നലെ അല്ല, പിന്നെ ഞാൻ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചത്, ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി, ആ പയ്യൻ വേറെ ആരെയോ കൂടെ പ്രേമത്തിലായി, ഇവർക്ക് പറ്റുന്നില്ല, ഞാൻ പോയി കാല് പിടിച്ച് കേട്ടാ, എന്നിട്ട് അവൻ എന്നെ വേണ്ട എന്ന്. ഞാൻ പച്ചക്ക് 4 വർത്താനം പറഞ്ഞു, പിന്നെ എനിക്ക് റിപ്ലൈ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യാൻ പോണോ? ആത്മഹത്യ ചെയ്യാൻ പോണോ? ഇത് നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ കാര്യം എന്ത് ചെയ്യും? കുടുംബക്കാരും മറ്റവരൊക്കെ നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയവരാ, അവരെന്ത് ചെയ്യണ്ടേ? കുറെ എന്തൊക്കെയോ സംസാരിച്ച് പെൺകുട്ടി പിന്നെ റിപ്ലൈ ഒന്നും ചെയ്തൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഒരു സത്യം. അത് നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കാദ്യം. ഞങ്ങളൊന്നും റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാരൊന്നും, എനിക്ക് 10-31 വയസ്സായി, എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അന്നൊക്കെ പണ്ടൊക്കെ ചില സമയത്ത് ചിന്തിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിച്ചാൽ, പക്ഷെ അങ്ങനെ അവസാനിപ്പിച്ചാൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ ഞാൻ പോലും ഉണ്ടാവില്ല. പിന്നീട് ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തു, ഈവൻ മെറ്റ, ഈ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിന്റെ ഒക്കെ മെറ്റയിൽ പോലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. 2 MBA ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള എയർലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ എല്ലാ ജോലികളും വിട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ക്രിയേഷനിലേക്ക് ഇറങ്ങിയത്. പണ്ട് വരെ ചെയ്യുന്നുണ്ടാണ്, പക്ഷെ ഫുൾ ടൈം ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. കാര്യം എന്നെ കൊണ്ട് നല്ല കുറെ കോണ്ടന്റ്സ്, നല്ല കുറെ കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ബാക്കി അതാണോ അല്ലെന്ന് കാണുന്ന വ്യൂവേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത്, ഓഫ് കോഴ്സ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സംഭവിച്ചൊരു കേസ് എഗെയിൻ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കഷ്ടമുണ്ട്. നല്ലൊരു പ്രായത്തിൽ ജീവിതം എന്താന്ന് പോലും അറിഞ്ഞു തുടങ്ങാത്തൊരു പ്രായത്തിൽ ഒരു പ്രണയത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പോലീസ് ആ പയ്യനെ ഇപ്പൊ പ്രതി ചേർക്കേണ്ടത്, അന്വേഷണം നടക്കണം. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ ശിക്ഷിക്കപ്പെടേണ്ട ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഈ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു ആ പെൺകുട്ടിയുടെ ഭാഗത്താണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. പയ്യന്റെ ഭാഗത്ത് അവൻ തന്നെ അതിൽ പറഞ്ഞു വെച്ചിരുന്ന പെൺകുട്ടി പറഞ്ഞ വേറെ ലെസ്റ്റിന്റെ പുറത്ത് മാത്രം നടന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അവന്റെ ഒരു വേർഷൻ അവിടെ ക്ലിയർ കട്ടായിട്ട് അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല, താങ്ങാൻ പറ്റിയില്ല, കയറി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ആദ്യത്തെ ബ്രേക്കപ്പിൽ തന്നെ തിരിച്ചറിയണമെന്ന്, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് ആയ, ഓഫ് കോഴ്സ് അവിടെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. പിന്നെ എന്തിനാ തിരിച്ചെടുത്തത് റീയൂണിയൻ വന്നപ്പോ? അതൊരു മണ്ടത്തരമല്ലേ? പല കാര്യങ്ങളും പറയും, എനിക്ക് അങ്ങനെ ആയിരുന്നടി, എനിക്ക് ഇങ്ങനെ ആയിരുന്നടി, എനിക്ക് മറ്റേതായിരുന്നടി, മറിച്ചായിരുന്നടി. ഒന്നുമില്ല. ഒരിക്കൽ ബ്രേക്കപ്പ് ആയി, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു പെൺകുട്ടിയുടെ ഒപ്പം പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല.
അത്രേ ഉള്ളൂ. പിന്നെ ആണുങ്ങളുടെ കേസിലാണെങ്കിൽ, ആൺപിള്ളേരുടെ കേസിലാണെങ്കിൽ ഇത് നേരെ ഡിഫറെന്റാ. അവര് സ്നേഹിക്കുന്ന പയ്യന്മാരെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ ഇതുപോലെ വേറെ റിലേഷൻഷിപ്പ് അവര് റിലേഷനിലായിരിക്കുന്ന സമയത്ത് വേറൊരു ആൺകുട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 95 to 99% ആൺപിള്ളേരും പിന്നെ ആ പെൺകുട്ടിനെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യില്ല. നല്ല വിഷമം ഉണ്ടാകും, നല്ല സങ്കടം ഉണ്ടായത് ഒരു ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കും, പക്ഷെ ഒരിക്കലും തിരിച്ചെടുക്കില്ല. പക്ഷെ പെൺപിള്ളേരെ കേസിൽ നേരെ തിരിച്ചാ. അവരുടെ മാനസികാവസ്ഥ ഡിഫറെന്റാ. ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുമയൊക്കെ അപ്പൊ തന്നെ തിരിച്ചങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. അത് ഏറ്റവും വലിയ ഡേഞ്ചറാ. കാര്യം ഒരിക്കൽ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ജീവിതാനുഭവം കൊണ്ട് പഠിച്ച കേസാണ്. അതുകൊണ്ടാ പറയണേ. കുറെ പേര് ഇതിനിടയിൽ നമ്മളൊക്കെ അറിയാവുന്ന പലരും ജീവിതം പോയിട്ടുണ്ട്, ജീവൻ പോയിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ റെയിൽവേ ട്രാക്കിൽ അവൻ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായി. എൻ്റെ പേര് കൃഷ്ണദാസ് സംതിങ് ലൈക്ക് ദാറ്റ്. അതുപോലത്തെ എന്തോ റീസൺ ആണ് അന്ന് ഞാൻ അറിഞ്ഞത്. അവന്റെ അമ്മയൊക്കെ അവിടെ കിടന്ന് കരച്ചിൽ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതെന്റെ മോനല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കരയണ. കാര്യം മുഖമൊക്കെ അത്രയും വികൃതമായി പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് പറഞ്ഞത്. പിന്നെ പാരന്റ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളാണ്. 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട്. ഫോണൊന്നും ചെക്ക് ചെയ്യണം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അവരൊരു ഇമോഷണൽ സ്റ്റേറ്റ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. പിള്ളേർ എപ്പോഴാണ് എന്താ കാര്യം ചെയ്യണമെന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ആലുവേന്ന് ആൺ സുഹൃത്തിന്റെ ഒപ്പം പോയിട്ട് പൂനെന്നെങ്ങാണ്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് 12-13 വയസ്സുള്ളൂ എന്ന് ആലോചിച്ച് നോക്കണേ. അവർക്ക് തന്നെ അറിയാം ഈ പ്രായത്തിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും, തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. പക്ഷെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് പോയി ഒരു പയ്യന്റെ ഒപ്പം. ആ പയ്യന്റെ തെറ്റ് തന്നെയാണ്. കുട്ടികൾക്കാരുടെ ആക്സസ് ആണ് എല്ലാ മീഡിയത്തിലേക്കും. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. സോ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇനി ഞാൻ വേറൊരു കേസ് പറയട്ടെ. ഇപ്പൊ ഈ കീർത്തനക്ക് സംഭവിച്ച കാര്യങ്ങൾ ഒരാണിനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ എത്ര പേര് ഇതിനെതിരെ പ്രതികരിക്കും? അല്ലെങ്കിൽ ആ ആണിന്റെ ഫാമിലി കേസിന് പോയാൽ പോലും ചിലപ്പോൾ പോലീസ് കേസ് എടുക്കില്ല. അല്ലെ അവര് പറയണത്രേ ഉള്ളൂ, അവള് തേച്ചിട്ട് പോയെങ്കിൽ നീ എന്തിനാ കയറി അവനെന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോയത്, അവന്റെ തെറ്റല്ലേ? ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഒരു പയ്യന്റെ സിസ്റ്റർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ആ കംപ്ലീറ്റ് സ്റ്റോറി പ്രൂഫുകൾ തന്നിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഇൻസ്റ്റേ കിടക്കേണ്ട വീഡിയോ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ബ്ലർ ചെയ്തു. പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ ആരുടെ ഫോട്ടോ ഒന്നും ബ്ലർ ചെയ്യില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഇക്വാലിറ്റിയുടെ ഏറ്റവും വലിയ ഇക്വാലിറ്റി ഉണ്ടെന്ന് പറയുള്ളൂ. തേങ്ങയില്ല, കാര്യമായിട്ടോ ഒന്നുമില്ല. ഇത് നേരെ മറിച്ച് ഒരു ആൺകുട്ടിക്കാണ് സംഭവിക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം, ഒരു ചർച്ച പോലും ഉണ്ടാവില്ല. ഞാനിവിടെ സംസാരിക്കുന്ന ഈ 2 വേർഷനും നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ഈ കാര്യങ്ങൾ മാറണം, ഈ നിയമങ്ങൾ മാറണം. ഇതേ കാര്യങ്ങൾ തന്നെ ഒരു ആൺകുട്ടിനെ ഒരു പെൺകുട്ടി ചതിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു, അവരെ ഫിസിക്കലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കേസ് എടുക്കത്തില്ല. വലിയ കാര്യമായിട്ട് അത് അവരെ ചിരിച്ച് തള്ളിക്കളയുള്ളൂ. പിന്നെ കേസ് എടുത്താൽ പോലും ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും യുവർ കേസ് ഹാസ് ബീൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു SMS വരും ഫോണിലേക്ക്. മനസ്സിലായ? അല്ലെങ്കിൽ സാറുമാര് പറയാൻ പോണത്രേ ഉള്ളൂ, മോനെ നീ ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ആ പെണ്ണ് അവസാനം പറയാം നീ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ നീ എന്റെ പുറകെ തൂങ്ങേണ്ടി വരും എന്ന് പറയും. ഇതാണ് സത്യം. പക്ഷെ ഒരു പെൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഈസിയാണ്. എത്ര എക്സാമ്പിൾസ് കിടക്കും നമ്മുടെ മുമ്പിൽ. എന്ന് വെച്ചിട്ട് പെൺകുട്ടികളോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജീവിതത്തെയോ അവരുടെ പ്രണയത്തെയോ ഒന്നും വില കുറച്ച് കാണുന്നതല്ല. നിയമപരമായിട്ടുള്ള ഇവിടുത്തെ കുറെ കാര്യങ്ങൾ ആദ്യം മാറണം. അപ്പൊ ഒരുപാട് ചേഞ്ചസ് ഇവിടെ വരും. ഈ പ്രിവിലേജസ് ഒക്കെ വേണം, പക്ഷെ അത് 2 കൂട്ടർക്കും വേണം. നിയമത്തിൽ ഇക്വാലിറ്റി വേണം 2 കൂട്ടർക്കും. അത് ഞാൻ പറഞ്ഞു തന്നെ. പിന്നെ ഇത് നിയമത്തിന്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ റിലേഷൻഷിപ്പ് ആവല്, ബ്രേക്കപ്പ് ആവല് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ പവർ കട്ട് പോലെയാണ്. എപ്പോ വരും എപ്പോ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കൊച്ചിയിൽ ഓട്ടോറിക്ഷ പോകണ പോലെയാണ്. ഏതിക്കൂടി വരും ഏതിക്കൂടി പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഫുൾ എല്ലാം കൊടുത്ത് കമ്മിറ്റ് ചെയ്ത് നിൽക്കാണ്ട് നിങ്ങൾ ഒരു ന്യൂട്രൽ ആയിട്ട് അങ്ങ് നിൽക്കുക. അത് ഓക്കെ, ഒരു കല്യാണത്തിലേക്ക് എത്തുകയാണെങ്കിൽ എത്തട്ടെ, ഭാഗ്യം എന്ന് പറയാം. എത്തിയില്ലെങ്കിൽ അതിന് മുമ്പ് ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ മെന്റലി. ഞാൻ ചെയ്തൊരു കാര്യമുണ്ട് കേട്ടോ. എനിക്കൊരു ലൈഫിൽ ഒരു വലിയൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചത് മതി ഞാൻ ചെയ്തത്. ഞാൻ ട്രാവൽ ചെയ്ത് എൻ്റെ ഒരു 10-15 കിലോ ബാഗും തൂക്കിയിട്ട് ഒരു 5-8 കൺട്രികൾ അങ്ങോട്ട് നാട്ടിൽ ബസ്സിനൊക്കെ ആയിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ പണ്ടാറ പൊളിയായി, അടിപൊളിയായി. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യും, ഫ്രണ്ട്സിന്റെ ആരെങ്കിലും അപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യും. ഞാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളെ, സോളോ ട്രാവലാണ് കൂടുതൽ ചെയ്യാറ്. ഇനി ട്രാവൽ ചെയ്യാൻ അത്ര താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ്, ഇൻസ്റ്റാഡി അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ റെഡിയാണ്. എവിടെയാണെങ്കിലും നിങ്ങൾ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ടോ തന്നെ ഏത് പട്ടിക്കാട്ടിലോട്ടാണെങ്കിലും ട്രാവൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാര്യം എൻ്റെ ഒപ്പം അങ്ങനെ ഒരുപാട് പേര് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കോച്ചൊന്നും അല്ല, പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കുറെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളുടെ ലൈഫ് മാറ്റിയെടുത്തിട്ടുണ്ട്. എനിക്ക് പല സ്ഥലത്തുനിന്നും ഇതുപോലെ മെസ്സേജ് വരാറുണ്ട് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളായിട്ട്. അതൊക്കെ ഇപ്പൊ ഹാപ്പിയാ. വേറെ നമ്മൾ ചില്ലായിട്ട് കൂളായിട്ട് കണ്ടു തുടങ്ങിയാൽ ഓരോന്ന് അനുഭവം കൊണ്ടാടാ. പഠിച്ച അനുഭവം കൊണ്ട് ജീവിതം തൊലഞ്ഞു പോണ ഒരു അവസ്ഥ വരെ വന്നിട്ട് പഠിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ. ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല കേട്ടോ ഈ കാര്യത്തിൽ. നിങ്ങൾ എന്നിട്ട് മോങ്ങാനും കരയാനും തൂങ്ങാനും ചാവാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ
പുച്ഛം ഉണ്ടാവുള്ള ആൾക്കാർക്ക് അത് ആദ്യം മനസ്സിലാക്കുക. കാരണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാണ്ട്. അങ്ങനെ നേടിയെടുത്ത ഒരാള് നേടിയെടുത്തിട്ട് ഇതൊന്നും വേണ്ട, എനിക്കൊരു കൂൾ വേറൊരു മൂഡ് ലൈഫ് മതി എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലെ വീഡിയോ ചെയ്യും, എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഞങ്ങൾ വല്ല പാർട്ടിക്കോ മറ്റു പരിപാടിക്കൊക്കെ പോയി അടിച്ചു പൊളിക്കും, നല്ല തകർത്ത് എൻജോയ് നടക്കും. ഈ കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ പോയിട്ട് എന്റെ വീട്ടുകാരൊക്കെ തെറിവിളിയാ, കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ പോയിട്ട് ഞായറാഴ്ച കാലത്ത് 5 മണിക്കാൻ തിരിച്ചു വന്നെ. പക്ഷെ എന്നെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുവന്നാക്കാൻ എന്റെ ഫ്രണ്ട്സ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാവും. നമ്മളിതെല്ലാം വേറൊരു മൂടി കണ്ടുപിടിക്കുന്നോട് ഞാൻ വിഷു. പിന്നെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഏതായാലും വീഡിയോ ക്രിയേഷൻസ് മറ്റു കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും. ഇതാണ് ഇപ്പൊ എന്റെ ഒരു ഷെഡ്യൂള്. സോഫാ സോ ഗുഡ്. നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്ന വേറൊരു രീതിയിൽ. ഈ പ്രണയം മാത്രം തിരിച്ചെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. സോ ഓക്കെ, ലീവ് ഇറ്റ് ഹാപ്പൻ. ലൈഫ് അങ്ങനെയാണ്, മാറും കേട്ടോ.